ഹായ്, വെൽക്കം ടു ഷീബാസ് കുക്കറി വേൾഡ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചിക്കൻ പുട്ട് റെസിപ്പിയാണ്. ആദ്യം ഇറച്ചി വേവിക്കാനായിട്ട് കുക്കറിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്യാം. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് വെള്ളം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 3 വിസിൽ വരുന്ന വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ സ്റ്റഫിംഗ് പ്രിപ്പയർ ചെയ്യാം. അതിനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ സോട്ട് ചെയ്യാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഈ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഷാലറ്റ്സ്, ഇനി ഒരു മീഡിയം സൈസ്ഡ് അനിയൻ, അത് നല്ലപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഇച്ചിരി സോൾട്ടും കൂടെ. ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്തെടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ സോട്ട് ചെയ്യാം. ഈ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഒരു മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി കുക്കാവാൻ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യാം. ഇനി ഷ്രെഡ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റഫിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പുട്ടിനുള്ള പൊടി നനയ്ക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പുട്ടുപൊടി എടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന റെഡിമെയ്ഡ് പുട്ടുപൊടിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യാം. മിക്സ് ചെയ്യാം. എൻ്റെ അടുത്ത് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് കൊത്തി വെക്കാം. പുട്ടിനുള്ള പൊടി റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ക്രംബിൾ ടെക്സ്ചർ ആയിരിക്കണം. ഇനി പുട്ടുകുറ്റിയിലേക്ക് പുട്ട് നിറയ്ക്കാം. ആദ്യം ഞാൻ താഴെ ചിക്കൻ സ്റ്റഫിംഗ് ആണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് ലെവൽ ചെയ്തിട്ട് പൊടി ആഡ് ചെയ്യാം. പിന്നെ സ്റ്റഫിംഗ് ആഡ് ചെയ്യാം. അടുത്ത ലെയർ പുട്ടുപൊടി ആഡ് ചെയ്യാം. ഈ ലെയേഴ്സ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ലെയേഴ്സ് ആക്കാം. ഇനിയിപ്പോൾ നമുക്ക് പുട്ട് വേവിച്ചെടുക്കാം.
നല്ലപോലെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി പുട്ട് വേവിക്കാനായിട്ട് വെക്കാം. പുട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വേറെ കറിയുടെയോ ഗ്രേവിയുടെയോ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. So do try this recipe and let me know your feedback in the comment section below. And stay tuned for more such interesting recipes.